ഈ വാർത്ത കേട്ടപ്പോൾ ഗ്രീക്കിലെ യൂറിസ്തസ് രാജാവ് ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കാൻ ഹെർക്കുലീസിനെ ഏൽപ്പിച്ച കഥയാണ് ഓർമ്മ വന്നത്. 12 ജോലികളാണ് ഹെർക്കുലീസിനെ ഏൽപ്പിച്ചത്. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാവുന്ന എന്തെങ്കിലും ടാസ്ക് അല്ല. ഇതൊക്കെ ചെയ്തു തീർത്താൽ, വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ അമരത്വം കിട്ടും. അതായത് മരിക്കില്ലെന്ന്, കൽപ്പാന്ത കാലത്തോളം ജീവിച്ചിരിക്കാം. അതായിരുന്നു ഹെർക്കുലീസിന് കൊടുത്ത ഓഫർ. അതിലൊരു ജോലി ഈലിയസിലെ രാജാവായ ഈജിയസിന്റെ തൊഴുത്ത് വൃത്തിയാക്കുക. ആയിരക്കണക്കിന് ആടുകളെയും മാടുകളെയും പാർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ തൊഴുത്താണ്. ഈജിയസിന് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നു. അവരെ ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ 30 വർഷമായിട്ട് ഈ തൊഴുത്ത് വൃത്തിയാക്കിയിട്ടേയില്ല. അതിലൂടെ ഈ ചാണകവും മൂത്രവും ഇടകലർന്ന് അല്ലെങ്കിൽ കൂടിക്കുഴഞ്ഞ് അങ്ങനെ ഒഴുകുകയാണ്. ഇടയ്ക്ക് പെയ്യുന്ന മഴ ആ തൊഴുത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നു. അത്തരത്തില് വൃത്തികേടുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ തൊഴുത്ത്, ഈജിയൻ തൊഴുത്ത്. 30 വർഷമായിട്ട് വൃത്തിയാക്കാത്ത ഒരു തൊഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല, അതുപോലെ ദുർഗന്ധമാണ്. ഈ തൊഴുത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഈ ജോലി പൂർത്തിയാക്കണം, വിജയകരമായിട്ട് പൂർത്തിയാക്കണം. ഹെർക്കുലീസിനെ ഏൽപ്പിച്ച 5ാമത്തെ ജോലിയായിരുന്നു ഇത്. അത്തരത്തിലുള്ള ഒരു ടാസ്കാണ്, അല്ലെങ്കിൽ ഒരു ജോലിയാണ് ഇപ്പോഴേ ജയകുമാറിനെ സർക്കാർ ഏൽപ്പിക്കാൻ പോകുന്നത്.